സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മളെല്ലാവരും അസീസിയയിലെ നമ്മുടെ റൂമിലെത്തി എന്ന് നമുക്ക് സങ്കല്പിക്കാം. അസീസിയയിലെ റൂമിലെത്തിയാൽ ഇന്ന് ദുൽഹിജ്ജ 5 രാത്രിയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ 6 പുലർച്ചെയാണ് നമ്മൾ എത്തുന്നത്. ഇന്നത്തെ ഒരു ദിവസം മുഴുവനായും നമുക്ക് ഇവിടെ തന്നെ റൂമിൽ ചെലവഴിക്കണം. അതിനടുത്തുള്ള പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. ഒരു പക്ഷേ ഉസ്താദുമാർ നിങ്ങളെ ഖുദൂമിൻ്റെ തവാഫിലും സഅയിലും വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഹജ്ജിൻ്റെ സഅയിനെ നിങ്ങൾക്ക് മുന്തിച്ച് ചെയ്യാവുന്നതാണ്. അത് ഉസ്താദുമാർ സന്ദർഭോചിതം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിറ്റേ ദിവസം രാത്രി ദുൽഹിജ്ജ 7 അന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷമാണ് മുത്തവീഫ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ബസ്സിൽ നമ്മൾ മിനായിലേക്ക് പുറപ്പെടുക. ഇന്നെല്ലാം സൗകര്യത്തിന് വേണ്ടിയും സമാധാനത്തോടെ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും ഇത്തിരി നേരത്തെ നമ്മൾ പുറപ്പെടും. ഇപ്പം മിനായിൽ ദുൽഹിജ്ജ 8 അന്ന് യൗമു തർവിയൻ്റെ അന്ന് ളുഹ്റു അസറും മഗ്‌രിബ് ഇശയും സുബ്ഹിയൊക്കെ നിസ്കരിക്കലാണ് നല്ലത് എന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല. സൗദി ഗവൺമെൻറ്റും അതിനെതിരാണ്. സൗദി ഗവൺമെൻറ്റും പറയുന്നത് ദുൽഹിജ്ജ 7 തന്നെ ഹാജിമാർ, അതാത് മുത്തവീഫ് അവരുടെ ഹാജിമാർ 5000 6000 ഹാജിമാരാണ് ഒരു മുത്തവീഫിൻ്റെ കീഴിലുണ്ടാവുക. അവരെ നേരത്തെ തന്നെ അറഫയിലും മിനായിലും എത്തിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ട ധർമ്മം, കടമ അവർക്കായതുകൊണ്ട് പരമാവധി നേരത്തെ അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളോട് അവർ പറയുമ്പോൾ, നമുക്ക് അവർ ബസ് അയക്കുമ്പോൾ നമ്മൾ പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ എങ്ങനെയാണ്, ദുൽഹിജ്ജ 7 അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഹാജിമാരോട് നമ്മൾ പറയും മിനായിലേക്കുള്ള ബസ് വരുമ്പോൾ വിളിക്കും. അപ്പോൾ അറഫയിലേക്കും മിനായിലേക്കുമുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ സെക്കൻഡ് ബാഗ് ഉണ്ടാകും. ആ സെക്കൻഡ് ബാഗിൽ മിന ബാഗ് എന്ന് പറയും. ആ ബാഗിൽ കരുതി വെക്കണം. വിളിക്കുമ്പോൾ എല്ലാവരും ബസ്സിലേക്ക് വരണം എന്ന് നേരത്തെ അറിയിപ്പ് തരും. അതിനനുസരിച്ച് നമ്മുടെ ബസ് വന്നു കഴിഞ്ഞാൽ മിനായിലേക്കുള്ള ബാഗുമായി അതിലത്യാവശ്യം നമുക്ക് വേണ്ട മരുന്ന്, ബ്രഷ്, അതേപോലെ തന്നെ മാറ്റാനുള്ള ഡ്രസ്സ് പോലത്തതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു തരും വിശദമായി. നമ്മൾ ബസ്സിൽ കയറുന്നു. നേരെ നമ്മൾ മിനായിലേക്ക് പോകുന്നു. മിനായിൽ സത്യത്തിൽ ഇന്ന് ചെന്നിട്ട് ഔദ്യോഗികമായ പരിപാടികളൊന്നും നമുക്കില്ല. പക്ഷേ ജമാഅത്തായിട്ട് നമുക്ക് മിനായിൽ വെച്ച നിസ്കാരങ്ങളുണ്ട്. അതുപോലെ ദിക്റുകളും അതുപോലെ തന്നെ ദുആകളും അതേപോലെ ഖുർആൻ പാരായണങ്ങളും ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ ചൈതന്യവത്താക്കാം. ഇനി നമുക്ക് നാളെ രാത്രി ദുൽഹിജ്ജ 8 അന്ന് രാത്രി വളരെ വൈകി നമ്മൾ അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അറഫയുടെ സമയം ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ പോയി അറഫയിൽ നിന്ന് വന്നാൽ ഹജ്ജ് കിട്ടില്ല. ഹജ്ജ് കിട്ടണമെങ്കിൽ ബഅദ സവാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അറഫയിൽ ഉണ്ടാകണം, പിറ്റേന്നത്തെ സുബഹിൻ്റെ മുമ്പായി. ഇതാണല്ലോ നിയമം. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി പോയി സുബഹിക്ക് മുമ്പേ അറഫയിലെത്തിയാലും അവിടെ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഔദ്യോഗികമായി അറഫയുടെ സമയം പ്രവേശിക്കാത്തത് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അറഫ എന്ന ഹജ്ജിൻ്റെ അവിഭാജ്യമായ ഘടകം നഷ്ടപ്പെടരുതേ എന്ന നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ കുറച്ച് നേരത്തെ പോയി സ്ഥലം പിടിക്കുന്നു, നമ്മുടെ സ്ഥാനം അറിയുന്നു എന്ന് മാത്രം. നമുക്കവിടെ ഉച്ചവരെ വിശ്രമമാണ്. പിന്നീട് മുത്തവീഫിൻ്റെ വകയായിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും ലഭ്യമാകും. ആ ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങളുടെ കൂടെയുള്ള ഉസ്താദുമാർ പറയും എല്ലാവരും വുളൂ ചെയ്ത് വരണം. ളുഹ്റു അസ്റും ജമ്മും കസ്റുമായിട്ട് അറഫയിൽ വെച്ച് നിസ്കരിക്കും. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അറഫയിലേക്ക്, അറഫയുടെ ഇബാദത്തിലേക്ക്, ദിക്റുകളിലേക്ക്, ഫിക്റുകളിലേക്ക്, ശുക്റുകളിലേക്ക്, ദുആകളിലേക്ക് മുറിഞ്ഞു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നാണ് നമ്മൾ കാത്തിരുന്ന സുദിനം. ഇന്നാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും ദുഃഖിക്കുന്ന ദിവസം. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ബദ്ധവൈരിയായ ഇബ്ലീസിനെ ഏറ്റവും ദുഃഖിപ്പിക്കാൻ ഒരു മുസൽമാന് സാധിക്കുന്ന സന്തോഷ ദിവസം. അള്ളാഹു അറഫയിൽ എത്തിച്ചേരാൻ ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ആമീൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ അറഫയിൽ നിന്ന് എന്തെല്ലാം ദിക്റുകളാണ് പ്രധാനമായി ചെയ്യാറുള്ളത്? അറഫ എന്ന് കേൾക്കുമ്പോൾ ഹജ്ജിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുമ്പോൾ പലർക്കും ഒരു ധാരണയുണ്ടാകും, ഹജ്ജിൽ ഒരുപാട് റക്അത്ത് നിസ്കരിക്കാനുണ്ടാകും, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകും എന്ന്. ഇല്ല സഹോദരങ്ങളെ, നാവ് കൊണ്ട് ചൊല്ലേണ്ടതും പറയേണ്ടതും മനസ്സുകൊണ്ട് റബ്ബിന് സമർപ്പിക്കേണ്ടതും മാത്രമേ അറഫയിലുള്ളൂ. അതാണ് അറഫ. ദുആയുടെ ദിവസമാണ് അറഫ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഖൈറു ദുആഇ, ഒരു മുസ്ലിമായ മനുഷ്യൻ നടത്തുന്ന ദുആകളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത്, ഉന്നതമായിട്ടുള്ളത് ദുആഉ യൗമി അറഫ. അറഫ ദിവസം ഒരു മുസൽമാൻ അറഫയിൽ വെച്ച് നടത്തുന്ന ദുആയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.